10th പാസ്സായി എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിൽ സപ്ലികോയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനായിട്ട് കുറേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒഴിവിലേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, എത്രയാണ് ഏജ്, എത്രയാണ് സാലറി എന്നതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ ഫുൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. 2025 നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് സപ്ലികോയിൽ സെയിൽസ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യാം. മാസം 50,000 രൂപ വരെ സാലറി നേടാൻ പറ്റുന്നതാണ്. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കാരണം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. അപ്പം അതിന് വേണ്ട യോഗ്യതയും പ്രായപരിധിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈലുണ്ടല്ലോ, അതുവഴി വേണം നമ്മൾ ഇത് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനായിട്ട്. അപ്പം ആപ്ലിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30 ഡിസംബർ 2024 അപ്പം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29 ജനുവരി 2025 അപ്പം ജനുവരി 29 മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 527/2024. പിന്നെ നമുക്ക് ഓൾ ഓവർ കേരളയിൽ ജോബ് ലൊക്കേഷൻസ് ഉണ്ട്. പിന്നെ ജോലി ശമ്പളം എന്ന് പറയുന്നത് 23,000-നും 50,200-നും ഇടയ്ക്കാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഇടയ്ക്ക് നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. പിന്നെ പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 36-നും ഇടയ്ക്കാണ്. അപ്പം വയസ്സ് 18-നും 34-നും ഇടയ്ക്ക്. അപ്പം ഇന്ന വർഷത്തിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇവർ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ജനുവരി 2-നും 1988 മനസ്സിലായോ? എന്ന് വെച്ചാൽ ജനുവരി മാസം 2-ാം തീയതി 1988, ജനുവരി 1, 2026 ഈ 2 കാലഘട്ടത്തിനും ഇടയ്ക്ക് ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മുൻഗണന കിട്ടും. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത് കേരള PSCയിലെ വൺ ടൈം രജിസ്ട്രേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യണം. അപ്പം ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് 31/12/2013 ശേഷം എടുത്ത ഫോട്ടോ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല 1/1/2022 മുതൽ പുതിയതായിട്ട് വന്ന പ്രൊഫൈലുണ്ടല്ലോ, അവർക്ക് 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോസ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫോട്ടോയുടെ MBയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക. അപ്പം താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല നല്ലൊരു സാലറിയും കൂടി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവരെല്ലാം അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.